ലോകരാജ്യങ്ങളെ കടുത്ത ആശങ്കയിലാഴ്ത്തിയ പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ നിർണായക പ്രഖ്യാപനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായുള്ള നിലവിലെ സൈനിക നീക്കങ്ങളിൽ യാതൊരു കാരണവശാലും ആണവായുധങ്ങൾ ഉപയോഗിക്കില്ലെന്ന് ട്രംപ് വ്യക്തമാക്കി. വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് ലോകത്തിന് വലിയ ആശ്വാസം നൽകുന്ന ഈ പ്രസ്താവന അദ്ദേഹം നടത്തിയത്. എന്തിനാണ് ഞാൻ ആണവായുധങ്ങൾ ഉപയോഗിക്കുന്നത്? അവയില്ലാതെ തന്നെ വളരെ സാധാരണമായ രീതിയിൽ നാം അവരെ തകർത്തു കഴിഞ്ഞു എന്ന് ട്രംപ് പറഞ്ഞു. ഇറാന്റെ നാവികസേന നിലവിൽ കടലിന്റെ അടിത്തട്ടിലാണെന്നും അവരുടെ വ്യോമസേനയും റഡാർ സംവിധാനങ്ങളും അമേരിക്കൻ ആക്രമണത്തിൽ പൂർണ്ണമായും തകർക്കപ്പെട്ടുവെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഇരു രാജ്യവും ആണവായുധങ്ങൾ ഉപയോഗിക്കാൻ പാടില്ലെന്നതാണ് തന്റെ വ്യക്തിപരമായ നയമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കി. വാക്കുകൾ കൊണ്ട് സമാധാനം പറയുന്നതിനിടയിലും മേഖലയിലെ ഇറാനുമേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നതിനായി അമേരിക്ക സൈനിക വിന്യാസം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. USS ജോർജ് H.W. ബുഷ് എന്ന വിമാനവാഹിനി കപ്പൽ കൂടി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ എത്തിയതോടെ മേഖലയിലെ അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകളുടെ എണ്ണം 3 ഉയർന്നു. നിലവിലെ സാഹചര്യത്തിൽ പശ്ചിമേഷ്യൻ മേഖലയിൽ അമേരിക്ക തങ്ങളുടെ സൈനിക സാന്നിധ്യം അതീവ ശക്തമാക്കിയിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി 3 കൂറ്റൻ വിമാനവാഹിനി കപ്പലുകളെയാണ് വിവിധ ഭാഗങ്ങളിലായി വിന്യസിച്ചിരിക്കുന്നത്. USS എബ്രഹാം ലിങ്കൺ അറബിക്കടലിലും USS ജൊറാൾഡ് R. ഫോർഡ് ചെങ്കടലിലുമാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ വിർജീനിയയിലെ നോർഫോക്കിൽ നിന്നും യാത്ര തിരിച്ച് ആഫ്രിക്കൻ തീരം ചുറ്റിയെത്തിയ USS ജോർജ് H.W. ബുഷ് ഇന്ത്യൻ മഹാസമുദ്രത്തിലും വിന്യസിക്കപ്പെട്ട് കഴിഞ്ഞു. ഇറാനുമേൽ നയതന്ത്രപരവും സൈനികവുമായ സമ്മർദ്ദം പരമാവധി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പെന്റഗൺ ഈ നീക്കങ്ങൾ നടത്തുന്നത്. സൈനിക നീക്കങ്ങൾക്ക് പുറമെ സാമ്പത്തികമായി ഇറാനെ തളർത്തുക എന്ന ലക്ഷ്യത്തോടെ ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ അതീവ ശക്തമായി തുടരുകയാണെന്ന് പ്രസിഡന്റ് ഓർമ്മിപ്പിച്ചു. സമയം ഇറാന് അനുകൂലമല്ലെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. എന്നാൽ ചർച്ചകൾക്കായി താൻ യാതൊരു തിടുക്കവും കാണിക്കുന്നില്ലെന്നും മേഖലയിൽ ദീർഘകാലം നിലനിൽക്കുന്ന സുശക്തമായ ഒരു സമാധാന കരാറാണ് അമേരിക്കയുടെ ലക്ഷ്യമെന്നും ട്രംപ് വ്യക്തമാക്കി. ഇസ്രായേൽ ഇറാൻ സംഘർഷം പാരമ്യത്തിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ട്രംപിന്റെ ഈ പ്രഖ്യാപനം ലോക വിപണികളിലും നയതന്ത്ര മേഖലകളിലും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അമേരിക്കയുടെ ഈ നീക്കങ്ങൾ പശ്ചിമേഷ്യയിൽ സമാധാനമാണോ അതോ മറ്റൊരു യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പാണോ എന്ന് ലോകം ഉറ്റുനോക്കുകയാണ്. ഇറാനെതിരെ ആണവായുധം പ്രയോഗിക്കില്ലെന്ന പ്രസിഡന്റ് ട്രംപിന്റെ ഉറപ്പ് വലിയൊരു ആശ്വാസമായി ലോകരാജ്യങ്ങൾ കാണുന്നുണ്ടെങ്കിലും 3 വിമാനവാഹിനി കപ്പലുകളെ ഒരേ സമയം വിന്യസിച്ച പെന്റഗണിന്റെ നടപടി മേഖലയിലെ പിരിമുറുക്കം ഒട്ടും കുറഞ്ഞിട്ടില്ല എന്നതിന്റെ തെളിവാണ്. ഇറാൻ US സൈനിക സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ആഗോളതലത്തിൽ സമ്മിശ്ര പ്രതികരണങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഇറാൻ തങ്ങളുടെ അയൽരാജ്യങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണങ്ങളെ അപലപിച്ചുകൊണ്ട് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതി പ്രമേയം പാസാക്കുകയും മേഖലയിൽ സമാധാനം നിലനിർത്താൻ എല്ലാ കക്ഷികളും സംയമനം പാലിക്കണമെന്ന് UN സെക്രട്ടറി ജനറൽ ആവശ്യപ്പെടുകയും ചെയ്തു. അതേസമയം ഈ യുദ്ധത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ താൽപ്പര്യപ്പെടുന്ന യൂറോപ്യൻ യൂണിയൻ, പ്രത്യേകിച്ച് ബെൽജിയം, ലക്സംബർഗ് തുടങ്ങിയ രാജ്യങ്ങൾ നേരിട്ടുള്ള പങ്കാളിത്തം ഒഴിവാക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എങ്കിലും ഹോർമുസ് കടലിടുക്കിലെ ഇറാൻ നടപടികൾ ആഗോള ഊർജ്ജ വിപണിയെ പ്രതികൂലമായി ബാധിക്കുന്നതിൽ അവർ ആശങ്ക പ്രകടിപ്പിക്കുന്നു. റഷ്യയും ചൈനയും ഐക്യരാഷ്ട്രസഭയിലെ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയും ഇറാനെതിരെയുള്ള ഏകപക്ഷീയമായ സൈനിക നീക്കങ്ങൾ മിഡിൽ ഈസ്റ്റിനെ കൂടുതൽ അസ്ഥിരപ്പെടുത്തുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. എന്നാൽ ബഹ്റൈൻ, കുവൈത്ത്, സൗദി അറേബ്യ, UAE തുടങ്ങിയ അറബ് രാജ്യങ്ങൾ ഇറാന്റെ നടപടികൾ തങ്ങളുടെ പരമാധികാരത്തിന് ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാട്ടി ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. സാമ്പത്തിക ഉപരോധങ്ങളിലൂടെയും സൈനിക സമ്മർദ്ദങ്ങളിലൂടെയും ഇറാനെ ഒരു പുതിയ ചർച്ചാമേശയിലേക്ക് എത്തിക്കാനാണ് അമേരിക്കയുടെ ലക്ഷ്യം. എന്നാൽ ഇസ്രായേൽ ഇറാൻ സംഘർഷം പാരമ്യത്തിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ചെറിയൊരു പ്രകോപനം പോലും വലിയൊരു പൊട്ടിത്തെറിക്ക് കാരണമായേക്കാം. വരും ദിവസങ്ങളിലെ നയതന്ത്ര നീക്കങ്ങൾ മിഡിൽ ഈസ്റ്റിന്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകമാണ്.